നമസ്കാരം. നിങ്ങളൊരു നാർസിസിസ്റ്റ് ആണോ? വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി കേൾക്കുന്ന ഒന്നാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അമിതമായ സ്വയം സ്നേഹത്താൽ നയിക്കപ്പെടുന്ന മനുഷ്യരെ വിളിക്കുന്ന പേരാണിത്. സ്വയം സ്നേഹം നല്ലതാണെങ്കിലും അത് പരിധി വിട്ടാൽ ഒരു വ്യക്തിത്വ വൈകല്യമാകും. നാർസിയൂസ് എന്ന കഥാപാത്രം തന്നോടുള്ള അമിതമായ സ്നേഹത്താൽ വെള്ളത്തിലെ തൻ്റെ പ്രതിബിംബം നോക്കിക്കൊണ്ടിരുന്ന് മരിച്ചു എന്നൊരു കഥയുണ്ട് ഗ്രീക്ക് പുരാണത്തിൽ. ഇതിൽ നിന്നാണ് നാർസിസം എന്ന പേര് വരുന്നത്. ആരാണ് ഒരു നാർസിസ്റ്റ് എന്നൊന്ന് നോക്കാം. നാർസിസ്റ്റുകളുടെ ഒന്നാമത്തെ ലക്ഷണം സ്വയം അമിതമായി സ്നേഹിക്കുന്നു എന്നതാണ്. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥരായ വ്യക്തികൾ തനിക്ക് ഭയങ്കര ബുദ്ധിശക്തി, പ്രതിഭയുള്ളയാളാണെന്നും താൻ ഭൂലോക സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരിയാണെന്നും ഒക്കെ വിശ്വസിക്കുകയും പറഞ്ഞുകൊണ്ട് നടക്കുകയും ഒരു സ്വപ്ന ലോകത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവർ. തങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്നും പ്രത്യേകതയുള്ളവരാണെന്നും സ്വയം കരുതുന്നവർ. ഞാനെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ യാഥാർത്ഥ്യബോധമില്ലാതെ നേട്ടങ്ങളെ പെരുപ്പിച്ച് കാണിക്കുന്നവർ. സ്വയം ഉന്നതരായി കണക്കാക്കുന്നവർ. മറ്റുള്ളവരിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതും അർഹിക്കുന്നതുമായ അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അതിതീവ്ര ദേഷ്യം കാണിക്കുകയും നിരാശരാകുകയും ചെയ്യുന്നവർ. ഇവരുടെ ഉള്ളിൽ ഇവർ കൊണ്ടു നടക്കുന്ന ഒരു ശൂന്യതാബോധത്തിൽ നിന്നും ചെറുപ്പകാലത്തെ ദുരനുഭവങ്ങളിൽ നിന്നും വരുന്ന സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥകളിൽ നിന്നുമൊക്കെയാണ് ഈ സ്വഭാവം രൂപപ്പെടുന്നതെന്നാണ് പഠനങ്ങൾ. ഇവരുടെ രണ്ടാമത്തെ ലക്ഷണം സ്വയം കാര്യസാധ്യത്തിനായി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു എന്നതാണ്. മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാനുള്ള കഴിവില്ലായ്മയാണ് അടുത്തത്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിലും അവരനുഭവിക്കുന്ന വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി കുറവായിരിക്കും. മറ്റുള്ളവരുടെ വികാരങ്ങളെയും ആവശ്യങ്ങളെയും തിരിച്ചറിയാൻ തയ്യാറാവില്ല. വിമർശനങ്ങൾ സ്വീകരിക്കുവാനോ മാറ്റങ്ങൾ വരുത്തുവാനോ സാധിക്കാത്തതാണ് അടുത്ത പ്രത്യേകത. വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയും അത് നടത്തുന്നവരെ അടിച്ചമർത്താനുള്ള പ്രവണതയും ഇവർ കാണിക്കും. നാർസിസിസ്റ്റിക് വ്യക്തിത്വ വൈകല്യമുള്ളവരുടെ മറ്റൊരു പ്രത്യേകത ഉയർന്ന പദവിയിലുള്ള ആളുകളുമായി മാത്രമുള്ള സമ്പർക്കമാണ്. ഇവർക്ക് മാത്രമേ തങ്ങളെ മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് ഇവർ കരുതുന്നത്. ഉയർന്ന പദവിയിലുള്ള ആളുകളുമായുള്ള സമ്പർക്കത്തിലൂടെ തങ്ങളും ആ പദവിയിലുള്ളവരാണെന്ന് മറ്റുള്ളവരെ കാണിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും സ്നേഹവും ഒക്കെ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നവർ. അമിതമായ ആരാധന ആഗ്രഹിക്കുന്നവർ. മറ്റുള്ളവരോട് അസൂയപ്പെടുന്ന സ്വഭാവമാണ് അടുത്തത്. മറ്റുള്ളവരുടെ നേട്ടങ്ങളെ വില കുറച്ച് കാണുന്നവർ. അത് സ്വന്തം ഭാര്യയോ ഭർത്താവോ മക്കളോ ആയാൽ പോലും തന്നേക്കാൾ ഉയരാൻ സമ്മതിക്കാതെ ഇടിച്ചു താഴ്ത്തുന്ന സംസാരം. നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായാൽ ഇതിൽ മറ്റുള്ളവർക്ക് അസൂയയാണെന്ന് വിശ്വസിക്കുകയും പറഞ്ഞു നടക്കുകയും ചെയ്യുന്നവർ. അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റവും മനോഭാവം കാണിക്കുന്നു എന്നതാണ് അടുത്ത സ്വഭാവം. അമിതമായ അവകാശബോധവും ഇത്തരക്കാർ കാണിക്കാറുണ്ട്. സൈക്കോളജിസ്റ്റുകൾ നടത്തുന്ന വിവിധ സൈക്കോ തെറാപ്പികളിലൂടെ ഈ വ്യക്തിത്വ വൈകല്യം മാറ്റിയെടുക്കാനാവും.